വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഞാനിന്ന് വന്നിട്ടുള്ളത് ഡൈ ചെയ്യുന്ന വീഡിയോ ആയിട്ടാണ്. ഇത് കദം പക്ക രംഗ് എന്ന് പറഞ്ഞ ബ്രാൻഡിൻ്റെ കളർ ചെയ്യുന്ന പൗഡറാണ് ഇതിൽ വന്നിട്ടുള്ളത്. ഡൈ ഫിക്സ് സൊല്യൂഷനും ഉണ്ട് ഇതിൻ്റെ കൂടെ. അപ്പോൾ ഞാനത് ഫ്ലിപ്കാർട്ടിൽ നിന്നാണ് വാങ്ങിയത്. അപ്പോൾ ഇത് വെച്ചിട്ട് നമുക്കൊരു ഡ്രസ്സ് ഡൈ ചെയ്തെടുക്കുന്നത് നോക്കാം കേട്ടോ. അപ്പോൾ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുന്നേ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. കൂടാതെ ബെല്ലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്യണേ. അപ്പോൾ ഇതിൽ നമുക്ക് 10 പാക്കറ്റിലുള്ള കളേഴ്സ് വരുന്നുണ്ട്. പിന്നെ ഇതുപോലുള്ള ഡൈ ഫിക്സ് സൊല്യൂഷനും വരുന്നുണ്ട്. പിന്നെ ഗ്ലൗസ് വരുന്നുണ്ട്. ഇതുപോലെ ഒരു കളറിൻ്റെ ഒരു പാറ്റേൺ ഉണ്ട്. അതൊക്കെ കളറാണ് നിങ്ങൾക്ക് ഇതിൽ നോക്കിക്കഴിഞ്ഞാൽ കറക്റ്റ് മനസ്സിലാവും. പിന്നെ ഒരു ബാക്കിൽ QR കോഡ് വരുന്നുണ്ട്. സ്കാൻ ചെയ്ത് എങ്ങനെയാണ് ഇത് ചെയ്യേണ്ടതെന്നുള്ള ഡീറ്റെയിൽ ആയിട്ട് സംഭവങ്ങൾ അതിൽ നമുക്ക് കാണാൻ പറ്റും. പിന്നെ ഇതിൻ്റെ ബോക്സിൻ്റെ ബാക്കിൽ നമ്മൾ എങ്ങനെ ചെയ്യേണ്ടതെന്നൊക്കെ എഴുതിയിട്ടുണ്ട്. സോൾട്ട് യൂസ് ചെയ്യേണ്ട മെറ്റീരിയലും അതുപോലെ വിനാഗിരി യൂസ് ചെയ്യേണ്ട മെറ്റീരിയലും ഒക്കെ ഡീറ്റെയിൽ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ നോക്കിയതിൻ്റെ ശേഷം നിങ്ങൾ ചെയ്യുക കേട്ടോ. അപ്പോൾ പിന്നെ നമ്മൾ റെഡ് മെറൂൺ ഷെയ്ഡ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ കളർ ചെയ്യുന്നത്. അപ്പോൾ ഇതുപോലെ ഒരു 2 മീറ്ററിൻ്റെ മെറ്റീരിയലിലാണ് നമ്മൾ ഈ എയർലൈൻ ഫ്രോക്ക് ചെയ്തെടുക്കുന്നത്. ഇതൊരു സ്ലബ് സിൽക്ക് മെറ്റീരിയലാണ്. അത് എൻ്റെ കയ്യിലൊരു അളവ് കുർത്തി വെച്ചിട്ട് ഞാനത് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. കട്ട് ചെയ്തതിൻ്റെ ശേഷമാണ് നമുക്ക് എത്ര ഏരിയ വേണ്ടോ അത്രയും നമ്മൾ ഡൈ ചെയ്തെടുക്കുന്നത്. അപ്പോൾ നമുക്ക് ഒരു 16 ഇഞ്ച് ലെങ്ത്തിലാണ് നമ്മൾ ഡൈ ചെയ്യുന്നത്. താഴോന്ന് മേലോട്ട് 16 ഇഞ്ച് അത്രയും ഭാഗം നമ്മൾ ഡൈ ചെയ്തെടുക്കുന്നുണ്ട്. അത് എത്ര ഭാഗം കറക്റ്റ് കിട്ടാൻ വേണ്ടി നമ്മളിതുപോലെ 16 ഇഞ്ചിൽ ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് അത്രയും ഭാഗമാണ് നമ്മൾ ഡൈ ചെയ്ത് കൊടുക്കാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ എത്ര ഏരിയ കളർ വേണം അതിനനുസരിച്ചിട്ട് നിങ്ങൾക്ക് ലെങ്ത്ത് അനുസരിച്ച് നിങ്ങൾക്ക് എടുക്കാവുന്നതാണ്. നിങ്ങൾക്കത് വെച്ച് നോക്കി അറിയാമല്ലോ, ഏകദേശം ടാപ്പ് വെച്ചിട്ട് നോക്കുക. അപ്പോൾ ഇത് നമ്മൾ ഏകദേശം ഒരു 42 ഇഞ്ച് ലെങ്ത്ത് വരുന്ന ഒരു എയർലൈൻ ഫ്രോക്കാണ്. അതിനാണ് നമ്മളൊരു 16 ഇഞ്ച് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ട് കട്ടിങ് ആൻഡ് സ്റ്റിച്ചിങ് വീഡിയോസൊക്കെ മുന്നേ ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട് നമ്മുടെ വീഡിയോയിൽ. അപ്പോൾ എയർലൈൻ ഫ്രോക്ക് എങ്ങനെ കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്യുന്നുള്ളത് അത് കണ്ടാൽ മതി. കൂടുതൽ കാണിച്ച് വീഡിയോ ലെങ്ത്ത് ആക്കണ്ടല്ലോ എന്ന് വെച്ചിട്ടാണ്. അപ്പോൾ ഇതുപോലെ നമ്മൾ ഇങ്ങനെ ഫോൾഡ് ചെയ്ത് കൊടുക്കുക. ആ മാർക്കിലൂടെ ഇങ്ങനെ ഫോൾഡ് ചെയ്ത് കൊടുത്തിട്ട് നമ്മളിതൊന്ന് നന്നായിട്ട് കെട്ടി കൊടുക്കണം. ഞാനിവിടെ കെട്ടി കൊടുക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്തിട്ടുള്ളത് നമ്മൾ പാവാടയ്ക്കൊക്കെ ഇടുന്ന കയറ് നമുക്ക് റെഡിമെയ്ഡ് ഇങ്ങനെ മേടിക്കാൻ കിട്ടുമല്ലോ, അത് വെച്ചിട്ടാണ് ഞാൻ കെട്ടി കൊടുക്കുക. നിങ്ങൾക്ക് എന്തായാലും കയറായാലും എന്ത് തുണി അതുപോലെ വേറെയുള്ള തുണിയുടെ ഒക്കെ പീസ് വെച്ചിട്ടൊക്കെ ആയാലും നിങ്ങൾക്ക് കെട്ടി കൊടുക്കാം. എത്ര ഭാഗം വേണോ അത്രയും ടൈറ്റായിട്ട് കെട്ടി കൊടുക്കുക. കുറച്ച് വീതിയിൽ നമ്മൾ കെട്ടി കൊടുക്കുകയാണെങ്കിൽ നമുക്കിതിൽ കളറ് മുക്കുമ്പോൾ മേൽഭാഗത്തോട്ട് നമുക്ക് ആവശ്യമില്ലാത്ത പോർഷനിലേക്ക് സ്പ്രെഡ് ആവാതിരിക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ നന്നായിട്ട് കെട്ടി കൊടുക്കുക. എന്നിട്ട് ഒരു പ്ലെയിൻ വാട്ടറിൽ നമ്മൾ ജസ്റ്റ് ഇതൊന്ന് സോക്ക് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഒരു 5-6 ലിറ്റർ വെള്ളം നമ്മൾ തിളപ്പിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഫുള്ള് പൊടി നമ്മൾ യൂസ് ചെയ്യുന്നില്ല. നമുക്ക് അത്രയും ഡാർക്ക് മെറൂൺ ഷെയ്ഡിലേക്ക് വേണ്ട, നമ്മളൊരു ഹാഫ് പോർഷൻ മാത്രമേ ഇതിൻ്റെ പൗഡർ നമ്മൾ എടുക്കുന്നുള്ളൂ. അപ്പോൾ നമ്മളിത് ആ ഒരു തിളച്ച വെള്ളം ഒരു ബക്കറ്റിൽ ഒഴിച്ച് എടുത്തിട്ട് അതിലേക്ക് നമ്മൾ ഈ പൗഡർ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഫുള്ളായിട്ട് ഇടുന്നില്ല, കുറച്ചേ ഇടുന്നുള്ളൂ. അപ്പോൾ ഇത് ഇടുന്നതിന് മുന്നേ ഒരു 3 സ്പൂണ് വിനാഗിരി ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഒരു സ്ലബ് സിൽക്ക് മെറ്റീരിയൽ കൊണ്ടായതാണ് വിനാഗിരി ഒഴിച്ചു കൊടുക്കുന്നത്. കോട്ടനോ ജൂട്ടോ അങ്ങനെയൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് മറ്റേ മെറ്റീരിയലും ഉപ്പ് യൂസ് ചെയ്യാൻ പറ്റും കേട്ടോ. നമ്മളിത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതിൽ കട്ടയൊന്നും പാടില്ല. നന്നായിട്ട് ഇളക്കി കൊടുത്തതിന് ശേഷം വേണം നമുക്ക് ഡൈ ചെയ്യാനുള്ള ക്ലോത്ത് അതിലേക്ക് ഇട്ട് കൊടുക്കണം. അപ്പോൾ നിങ്ങൾ എന്തായാലും തുണി ആദ്യം ഒന്ന് നനയ്ക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം കേട്ടോ. അതിനുശേഷം നമ്മൾ ഇത് ആ കെട്ടിട്ടത് കൊണ്ട് നമുക്ക് കറക്റ്റ് എത്ര പോർഷൻ വേണം എന്നുള്ളത് നോക്കും. പിന്നെ അപ്പുറം ഇപ്പുറം ഒന്നും തുണി തട്ടാതെയൊക്കെ ശ്രദ്ധിക്കട്ടെ. എവിടെയെങ്കിലും ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ചെയ്യുന്നതൊക്കെ ആകെ വേസ്റ്റ് ആവും. വൈറ്റ് കളറല്ലേ, അപ്പോൾ നമുക്ക് ഹാഫ് പോർഷൻ മാത്രം മതിയല്ലോ. അപ്പോൾ മറ്റുള്ള ഏരിയയിലേക്കൊന്നും വരാണ്ട് നന്നായി നീറ്റായിട്ട് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക. അപ്പോൾ ഇത് നമ്മൾ ഏകദേശം ഒരു 15 മിനിറ്റോളം ഈ ഒരു വാട്ടറിൽ നമ്മൾ വെക്കുന്നുണ്ട്. അപ്പോൾ ഇതിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ എല്ലാ ഭാഗത്തും ഇത് കറക്റ്റ് കളർ എത്താൻ വേണ്ടിയിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ. ഞാനൊരു സ്കെയിൽ യൂസ് ചെയ്തിട്ടാണ് ഇത് നന്നായിട്ട് ഇളക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും മരത്തിൻ്റെ കഷ്ണമോ എന്തെങ്കിലും സംഭവങ്ങളൊക്കെ വെച്ചിട്ട് നിങ്ങൾക്ക് ഇളക്കി കൊടുക്കാം. അപ്പോൾ എനിക്ക് കളർ കുറച്ചുകൂടി കുറവാണെന്ന് തോന്നി. അപ്പോൾ ഞാൻ ഒത്തിരി കൂടി കളർ ഞാൻ അതിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതൊക്കെ നിങ്ങളുടെ ചോയ്സ് അനുസരിച്ചിട്ട് നല്ല ഡാർക്ക് വേണോ ലൈറ്റ് വേണോ എന്നനുസരിച്ചിട്ട് നിങ്ങൾക്ക് അതിൻ്റെ ഈ കളറ് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ വിനാഗിരി ഒഴിക്കാൻ മറക്കരുത്, ഞാൻ വീഡിയോ എടുക്കാൻ വിട്ടുപോയതാണ്. പിന്നെ വേറൊരു ബക്കറ്റിൽ പ്ലെയിൻ വാട്ടർ എടുത്തിട്ട് അതിൽ നമ്മൾ ഡൈ ഫിക്സ് സൊല്യൂഷൻ ഉണ്ട്, അത് നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നത്. മുന്നേ ഞാൻ യൂസ് ചെയ്തുകൊണ്ട് ബാക്കിയുള്ളതൊരു കുപ്പിയിലെടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഞാനിതിലൊഴിച്ച് ഒഴിച്ചു കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്യുന്നുണ്ട്. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ ഒരു മുക്കിയ ഇതുണ്ടല്ലോ അത് നമ്മൾ ഏകദേശം ഒരു 15 മിനിറ്റോളം വീണ്ടും നമ്മൾ ഇതിൽ ഇട്ട് വെക്കണം. അതെന്തിനാന്ന് വെച്ചാൽ ഈ കളർ ഇതിൽ എക്സസ് ആയിട്ട് വരുന്ന കളറ് ഇളകി പോവുകയും ചെയ്യും. അതുപോലെ അത് നന്നായി ഫിക്സ് ആവാനാണ്. സൊല്യൂഷൻ നമ്മൾ ഒഴിച്ചിട്ട് ഇത് ചെയ്യുമ്പോൾ ആ ഡൈ നന്നായിട്ട് അതിൽ ഫിക്സ് ആവും.
അത് നമ്മളൊരു 15 മിനിറ്റോളം നമ്മൾ നന്നായിട്ട് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം അത്രയും ഭാഗം വീണ്ടും നമ്മൾ ടാപ്പിൽ വരുന്ന പ്ലെയിൻ വാട്ടർ കൊണ്ട് ഒന്ന് ജസ്റ്റ് കഴുകി കൊടുക്കണം കേട്ടോ. അപ്പോൾ ഇതുപോലെ ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് അത്യാവശ്യം നല്ല വൃത്തിയിൽ കിട്ടും. നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് മറ്റുള്ള ഭാഗത്തേക്ക് സ്പ്രെഡ് ആവാതെ ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. പിന്നെ പൊടി കട്ട പിടിക്കാതെ ശ്രദ്ധിക്കുക. പിന്നെ വെള്ളം അത്യാവശ്യം നല്ല തിളച്ച വെള്ളമായിരിക്കണം. അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. അപ്പോൾ ഇത് നമ്മൾ നന്നായിട്ട് തന്നെ മിക്സ് ചെയ്ത് എല്ലാ ഭാഗത്തുനിന്നും ആ ഡൈ നമുക്ക് പിടിക്കാൻ വേണ്ടി നമ്മൾ ഇട്ട് വെക്കേണ്ട ടൈം ഡ്യൂറേഷൻ നിങ്ങൾ എന്തായാലും ഒന്ന് കീപ്പ് ചെയ്യുക. 15 മിനിറ്റ് എന്തായാലും 2 സ്റ്റേജ് ചെയ്യുമ്പോൾ നമ്മൾ ചെയ്യണം കേട്ടോ. പിന്നെ ഫസ്റ്റ് ടൈം നമ്മൾ പറഞ്ഞ സാധാ പ്ലെയിൻ വാട്ടറിൽ സോക്ക് ചെയ്യുന്ന കാര്യം എന്തായാലും മറക്കരുത്. ഇല്ലെങ്കിൽ ഇത് കളറ് ഈവനായിട്ട് പിടിക്കാൻ ബുദ്ധിമുട്ടാവും. ഇനി ഇത് നമ്മൾ കെട്ടൊക്കെ അഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ കെട്ടിലേക്കൊക്കെ കുറച്ച് കളർ ഇങ്ങനെ മേലേക്ക് സ്പ്രെഡ് ആയിട്ടില്ലേ. അപ്പോൾ നമ്മൾ കെട്ടാതെ ഇങ്ങനെയും ചെയ്യും. ചിലർ അങ്ങനെയും കണ്ടിട്ടുണ്ട്. നമ്മൾ കെട്ട് ഒന്നും കൊടുക്കാതെ ജസ്റ്റ് ഇങ്ങനെ മുക്കി പിടിക്കുമ്പോൾ എനിക്ക് തോന്നുന്നത് നമ്മളൊരു ഈവൻ ഇതിൽ നമുക്ക് ലൈന് പോലെ കിട്ടില്ല. ചിലപ്പോൾ മേലോട്ടും താട്ടൊക്കെ നമ്മുടെ അത് പോവും. അപ്പോൾ നമ്മൾ അത് അഴിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇങ്ങനെയാണ് അതിൻ്റെ ലുക്ക് വരുന്നത്. അപ്പോൾ ഇത് നമ്മളൊരു പ്ലെയിൻ വാട്ടറിൽ ഒന്ന് ജസ്റ്റ് കഴുകി എടുക്കുന്നുണ്ട്. അപ്പോൾ അത് കഴുകുന്ന വീഡിയോ ഞാൻ എടുത്തിട്ടില്ല. ജസ്റ്റ് ആ ഭാഗം മാത്രം ഒന്ന് കഴുകി എടുത്തിട്ട് ഞാൻ വെയിലത്ത് ഇടാൻ പാടില്ല. അധികം വെയിലില്ലാത്തൊരു വൈകി ടൈമിലാട്ടോ നമ്മൾ ചെയ്തത്. അങ്ങനെ ഒന്ന് ഉണക്കിയെടുക്കുക. ഇനി നമ്മൾ ചെറുതായിട്ടൊരു ഡിസൈൻ വർക്ക് ഇതിൽ കൊടുക്കുന്നുണ്ട്. ഇതുപോലെ ഒരു പെന്ന് വെച്ചിട്ട് നമ്മൾ ഈ പെന്നാട്ടോ നമ്മളിവിടെ യൂസ് ചെയ്യുന്നത്. ഈ പെന്ന് വെച്ച് നമുക്ക് വരച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അയൺ ബോക്സ് വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ചൂടാക്കിയാൽ ഈ മാർക്കൊക്കെ പോകും. അല്ലെങ്കിൽ ഹെയർ ഡ്രയർ നമുക്ക് യൂസ് ചെയ്യാം. അപ്പോൾ ഇതിൽ നമ്മൾ ഡേയ്സി സ്റ്റിച്ചാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ഇതിങ്ങനെ ഒരു 3 ഇഞ്ച് ഗ്യാപ്പിൽ ഇതുപോലെ ഓരോ ഫ്ലവർ നമ്മൾ തുന്നി കൊടുക്കുന്നുണ്ട്. ഏകദേശം ഒരു 12 ഇഞ്ച് ലെങ്ത്തിൽ നമ്മുടെ യോക്ക് പോർഷനിലാണ് ഇത് നമ്മൾ ഈ പൂവ് നമ്മൾ തുന്നി കൊടുക്കുന്നത്. ഇത് നമുക്കിപ്പോൾ കളർ ചെയ്ത് കിട്ടിയ ആ ഒരു ഇത് ഏകദേശം ഒരു മെറൂൺ പീച്ച് ഷെയ്ഡിലേക്കാണ് നമ്മൾ കളർ ചെയ്തപ്പോൾ വന്നിട്ടുള്ളത്. കാരണം നമ്മൾ മുഴുവൻ പൗഡർ യൂസ് ചെയ്തിട്ടില്ലല്ലോ. എന്നിട്ട് ഇതുപോലത്തെ ഒരു ഫ്ലവറും കൂടി നമ്മൾ അതിൽ സ്റ്റിച്ച് ചെയ്തെടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ എന്തെങ്കിലും ഡിസൈനൊക്കെ അതിൽ കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ ഈ ഒരു ഡിസൈനാണ് സെലക്ട് ചെയ്തത്. അപ്പോൾ പെട്ടെന്ന് നമുക്ക് ചെയ്ത് ചെയ്യും. ഒരു അരമണിക്കൂർ ഉണ്ടെങ്കിൽ നമുക്ക് ഡിസൈനിങ്ങും കംപ്ലീറ്റ് ആയിട്ട് ചെയ്യാം. അപ്പോൾ അതിനുശേഷം ഫുള്ളായിട്ട് സ്റ്റിച്ച് ചെയ്തിട്ടാണ് കേട്ടോ ഞാൻ ഡിസൈൻ ചെയ്തിട്ടുള്ളത്. സ്റ്റിച്ച് ചെയ്തിട്ട് ചെറിയ എംബ്രോയിഡറി ഹൂപ്പും അതിൽ ഫിറ്റ് ചെയ്തിട്ടാണ് ഞാൻ ഡിസൈൻ ചെയ്തത്. സ്റ്റിച്ചിങ് എങ്ങനെയാണെന്ന് വെച്ചാൽ സാധാ ഒരു എയർലൈൻ ഫ്രോക്ക് എക്സ്ട്രാ ഒരു സ്വീറ്റ് ആർട്ട് നെക്കൊക്കെ കൊടുത്തിട്ട് ഹാഫ് സ്ലീവ് ആയിട്ട് ആണ് ഞാൻ ചെയ്തത്. അപ്പോൾ ആ വീഡിയോ ലാസ്റ്റിൽ കൊടുത്തിട്ടുണ്ട് അതിൻ്റെ ഫൈനൽ ലുക്ക് എങ്ങനെയുള്ള ഉള്ളതെന്ന്. അപ്പോൾ ഈ ഒരു പൂവും കൂടി തുന്നിയെടുത്തതിന് ശേഷം നമുക്ക് ഇതിലുള്ള ഈ പെന്നിൻ്റെ മാർക്കൊന്ന് മായ്ച്ചെടുക്കണം. അപ്പോൾ അതിന് വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നത് ഡ്രയറാണ്. അപ്പോൾ ഡ്രയർ യൂസ് ചെയ്തിട്ട് നമുക്കതൊന്ന് മായ്ച്ചെടുക്കാം കേട്ടോ. അയൺ ബോക്സ് വേണമെങ്കിൽ നിങ്ങൾക്ക് യൂസ് ചെയ്യാം. അപ്പോൾ ബീഡ്സൊക്കെ വെച്ച് സ്റ്റിച്ച് ചെയ്ത് പോകുമ്പോൾ അയൺ ബോക്സ് വെച്ചിട്ടാകുമ്പോൾ ബീഡ്സൊക്കെ ഒന്ന് കളർ ഇതാവും. അതുകൊണ്ടാണ് നമുക്ക് ഡ്രയർ ആകുമ്പോൾ കുറച്ച് വിട്ട് പിടിച്ചിട്ട് നമുക്ക് ചെയ്താൽ മതി. പെട്ടെന്ന് തന്നെ നമ്മുടെ മാർക്കിംഗ് ഒക്കെ പോകട്ടോ. കണ്ടില്ലേ ഞാൻ ചെയ്യുമ്പോൾ എത്ര പെട്ടെന്നാണ് മാർക്കിംഗ് പോകണത് നോക്കൂ. അപ്പോൾ ഈ ഒരു പെന്ന് യൂസ് ചെയ്തിട്ട് നമുക്ക് ചെയ്താൽ മതി. ഫ്ലിപ്കാർട്ടിൽ ആമസോണിലൊക്കെ അവൈലബിൾ ആണ്. അപ്പോൾ ഇതാണ് നമ്മുടെ ഫ്ലവർ തുന്നി കഴിഞ്ഞിട്ടുള്ള ഒരു ഇത് വരുന്നത്. അപ്പം ചെറുതായിട്ട് എന്തെങ്കിലും ഒരു വർക്കും കൂടി വേണ്ടതെന്ന് വിചാരിച്ചിട്ട് ഞാൻ കുറച്ച് ബീഡ്സും കൂടി ഞാനതിൽ ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പം ഈ ഫ്ലവറിൻ്റെ ഒക്കെ സെൻറ്ററിൽ നമ്മളൊരു വൈറ്റ് ബീഡ്സ് തുന്നി കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ബാക്കി വരുന്ന ഗ്യാപ്പിലൊക്കെ ഇതുപോലെ ഒരു ഹാഫ് ബീഡ്സ് ഉണ്ട്. അതും കൂടി നമ്മളൊന്ന് അത് സ്റ്റിച്ച് ചെയ്യുകയും ചെയ്യാം. നമുക്ക് വേണമെങ്കിൽ ഒട്ടിക്കുകയും ചെയ്യാം. അപ്പോൾ നമ്മൾ അതും കൂടി ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതാണ് കേട്ടോ നമ്മുടെ ഫൈനൽ ലുക്ക് വരുന്നത്. അപ്പോൾ ഇട്ടിട്ടുള്ള ഫോട്ടോ ലാസ്റ്റ് കാണിക്കാം. അപ്പോൾ ഇത് എങ്ങനെയുണ്ടെന്ന് നിങ്ങളൊന്ന് അഭിപ്രായം പറയണേ. പിന്നെ ഇതുപോലെ നിങ്ങൾക്ക് ചെയ്യാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ നമ്മുടെ ഇൻസ്റ്റഗ്രാമിലൊന്ന് DM ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ചെയ്യാം കേട്ടോ.